ദേശാഭിമാനികളെ, മഹത്തുക്കളായ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, എൻ്റെ വിനീതമായ അഭിവാദനങ്ങൾ അറിയിക്കുന്നു ആമുഖമായി. ഈ വാരം നമ്മുടെ മുൻപിലുള്ളത് ഉദ്വേഗജനകവും സംഭവബഹുലവും അപലപനീയവും വേദനാജനകവുമൊക്കെയായ സമ്മിശ്രമായ സംഭവ പരമ്പരകളുടെ ഒരു കുത്തൊഴുക്കിൻ്റെ ആഴ്ചക്കാലമാണ് കടന്നുപോയത്. അമേരിക്കയിൽ കുടിയേറിയ ഇന്ത്യക്കാരെ വിലങ്ങുവച്ച് ഇന്ത്യയിലേക്ക് അയച്ചത്, ഇടച്ചങ്ങലയും മെയ്യും വച്ച് അയച്ചത്, കാൽച്ചങ്ങലയും കച്ചങ്ങലയും വച്ച് അയച്ചത് ഒക്കെ സഹിക്കാനാകാത്ത അപമാന ഭാരത്തോടെ, ആക്ഷേപ ഭാരത്തോടെയാണ് ഇന്ത്യൻ ജനത ആ വാർത്ത അറിയുന്നതും ഉൾക്കൊള്ളുന്നതും. ലോകത്തെ മുഴുവൻ സഹായിക്കാൻ ഒറ്റ മനസ്സോടെ കണ്ട ഭാരതത്തിലെ ഒരു സംഘം സഹോദരങ്ങൾക്കുണ്ടായ ഈ അഭിമാനക്ഷതം ലോകത്ത് ഒരു ശക്തിയും ചെയ്തുകൂടാത്ത അധികാരധാർഷ്ട്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അതോടൊപ്പം ആ സംഭവത്തെ ന്യായീകരിക്കാൻ അവർക്കുള്ള ഇത് അതീവ നിരാശരായി അപ്രതീക്ഷിതമായി വിമാനത്തിലേക്ക് കടന്നു കയറി വരുന്ന ഈ യാത്രക്കാർ ഒരുപക്ഷെ നിയന്ത്രണം വിട്ട് വിമാനത്തിൻ്റെ യാത്ര തടസ്സപ്പെടുത്തത്തക്കവണ്ണം ആകാശത്തേക്ക് പറന്നുയർന്ന ശേഷം എന്തെങ്കിലും അത്യാഹിതങ്ങൾക്ക് ഇടവരുത്തുമോ എന്ന ഭയം കൂടി ആ ചങ്ങല കെട്ടിൻ്റെ ഉണ്ടായിരിക്കാം. അതൊക്കെ സുരക്ഷാ വിഷയമായി കൂടി കാണേണ്ട കാര്യമാണ്. അതിൽ അന്താളിപ്പോടെ ഭയവിഹ്വലരായി അപമാനത്തിൻ്റെ അധ്യായം എടുത്തിട്ട് വായിക്കുന്നതോടൊപ്പം തന്നെ ഒരു മുൻകരുതലിൻ്റെ ശ്രദ്ധ കൂടി അതിനകത്ത് കാണുന്നത് അപമാനത്തിൻ്റെ തൂക്കം കുറയ്ക്കും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്ത്യക്ക് നമ്മുടെ ഉന്നതരായ പ്രധാനമന്ത്രിമാർ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ വിദേശത്തെ ഒരു രാജ്യവും നമ്മോട് ആക്ഷേപകരമായ ഒരു പ്രതികാരമോ അപമാനകരമായ ഒരു സമീപനമോ സ്വീകരിച്ചതായി ഓർക്കുന്നില്ല. വിശ്വപൗരനായി ലോകം ആദരിക്കപ്പെട്ടിരുന്ന മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദീർഘകാലം നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ ഒരു രാഷ്ട്രശക്തിയും മുതിർന്നിരുന്നില്ല. വാചാലമായി തീരുമാനങ്ങളും കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന ശാക്തിക പ്രതീകം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്തും ആരും ഇങ്ങനെ ചെയ്യാൻ മുതിർന്നിട്ടില്ല. 7ാം കപ്പൽപ്പടയോട് കടക്കരുത് ഇന്ത്യയുടെ പ്രദേശം സ്പർശിക്കുന്ന കടലിലേക്ക് എന്ന് ഉറക്കെ പറയാൻ കഴിഞ്ഞ ഇന്ദിരാഗാന്ധിയാണ് നാം ഈ അവസരം ഓർക്കേണ്ടത്. കടക്കും എന്ന് വാശി പ്രഖ്യാപിച്ചവരോട് കടന്നാൽ തിരിച്ചു പോകുന്നത് കറുത്ത കൊടി വച്ച വാഹനത്തിലാകേണ്ടി വരും എന്ന് ഉറക്കെ പറയാൻ കഴിഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ മുൻപിൽ കർശനമായ നിലപാടുമായി കടക്കും എന്ന് പറഞ്ഞവർക്ക് പിന്തിരിയേണ്ടി വന്നു എന്ന് നാം ഓർക്കണം. അതൊക്കെ ആ മേധാശക്തിയുടെ മഹത്വത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ കരുത്താണ്. ഇന്ത്യയെ അങ്ങനെ അപമാനിക്കാൻ ലോകത്തിൻ്റെ ഒരു രാജ്യത്തെയും നമുക്ക് രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രമോ എന്തുമാകട്ടെ അനുവദിക്കാൻ പാടില്ല. ബഹുമാന്യനായ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഈ ആക്ഷേപവും നടക്കട്ടെ എന്ന് പറയുന്ന മനസ്സോടെയല്ല നമ്മളിതിനെ കാണേണ്ടത്. ഇത് ഇന്ത്യൻ സമൂഹത്തോട് കാണിച്ച വളരെ മോശപ്പെട്ട നിലവാരമില്ലാത്ത ഒരു സമീപനമായി നമുക്ക് കാണുന്നതിൽ തെറ്റില്ല. പക്ഷേ ചന്ദ്രഹാസം എടുത്ത് ചുഴറ്റുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങൾ കൂടി വിവേകത്തോടെ പരിഗണിക്കുന്നത് സാമാന്യ മര്യാദയുടെ ഒരു അധ്യായമായിരിക്കും. അത് മാത്രം നമ്മുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. കേരളത്തിൽ നമുക്ക് ദുഃഖകരമായ പല സംഭവങ്ങളും ഉണ്ടായി. നിബിൻ ബാബുവിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു
എന്ന കാര്യത്തിൽ തങ്ങളുടെ ആശങ്കകൾ വലുതായി നിലനിൽക്കുകയാണ്. ഇത് കേരള പോലീസിനെ ഈ വിഷയത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നവർ പ്രഖ്യാപിക്കേണ്ടി വന്നത് രാഷ്ട്രീയ ഇടപെടലിൻ്റെ മൂർച്ചയും ശക്തിയും അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് സേനയും നിഷ്പക്ഷത എന്ന പദം അവരുടെ ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു കളഞ്ഞു. ആ സാഹചര്യത്തിൽ ഒരു വിധവയുടെ വികാരപരമായ ദുഃഖം, ഒരു വിധവയുടെ 2 പെൺകുട്ടികളെ വളർത്തി ജീവിതത്തിലേക്ക് ബന്ധപ്പെടുത്തുന്ന അതിനുള്ള പരിശ്രമത്തിനിടയിൽ പിതാവ് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ, അച്ഛൻ നഷ്ടപ്പെട്ട മക്കളുടെ, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ, മരുമകൻ നഷ്ടപ്പെട്ട ആ വീട്ടിലെ കാരണവരുടെയും അവിടുത്തെ അമ്മയുടെയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെയും ബന്ധുവർഗങ്ങളുടെയും ദുഃഖം ചെറുതായി അളക്കരുത്. എങ്ങനെ മരണമുണ്ടായി എന്നറിയാനുള്ള ഭാര്യയുടെ അവകാശത്തെ നിസ്സാരമായി പുല്ലുവിലയ്ക്ക് ചവിട്ടി തേച്ച് കളയരുത്. ഏതെങ്കിലും മന്ത്രി കഴുത്ത് ഞെക്കിയെന്ന് അവർ പറയുന്നില്ല. ഏതെങ്കിലും MLA ഇടപെട്ട് കഴുത്ത് ഞെക്കിയതാണെന്നും അവർ പറയുന്നില്ല. ഏതോ ഒരു ശക്തി, അത് രാഷ്ട്രീയ മേൽവിലാസമുള്ള ശക്തികൾ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇത് കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. കേരളത്തിലെ പോലീസ് പുല്ലാണെന്ന് ദീർഘകാലം പറഞ്ഞ് പഠിപ്പിച്ചതാണ് മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടി എന്ന പേര് സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചത് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണെന്നാണ്. അതൊക്കെ ഒരു രാഷ്ട്രീയ ആവേശത്തിൻ്റെ മുദ്രാവാക്യമാണ്, നല്ല റിത്തമുള്ള മുദ്രാവാക്യമാണ്, അതൊക്കെ വിളിക്കട്ടെ. പക്ഷേ ഇവിടെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ, ദീർഘകാലമായി സർവീസിൽ സൽപ്പേര് നിലനിർത്തി പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അടൂരിലെ ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ, ഒരു പശ്ചാത്തലത്തിൽ ജനിച്ച് നല്ല നിലയിൽ വിദ്യാഭ്യാസം ചെയ്ത് അർഹത കൊണ്ട് ഉദ്യോഗം കരസ്ഥമാക്കി മാന്യതയോടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നവീൻ ബാബു, സേവനം ചെയ്ത എല്ലാ ഓഫീസുകളിലും സൽപ്പേര് നിലനിർത്തിയ ഒരു ഉദ്യോഗസ്ഥൻ, വളരെ സൗമ്യമായി നിശബ്ദമായി ആളുകളെ അലോത്സപ്പെടുത്താതെ കുടുംബജീവിതം നയിച്ച് കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും എത്തിയ 2 പെൺകുട്ടികളുടെ അച്ഛൻ, ഇനിയും ഒട്ടേറെ സ്വപ്നങ്ങളും ഒട്ടേറെ ജീവിത സങ്കല്പങ്ങളും പൂർത്തിയാക്കുവാനുള്ള ഒരു പിതാവ്, ഒരു ഭർത്താവ്, ഒരച്ഛൻ, ഒരു കുടുംബനാഥൻ. അദ്ദേഹം യക്ഷിക്കഥയിലെ പോലെ മരിച്ചു. എങ്ങനെ മരിച്ചു? മരിച്ചത് ഇതിൽ ആരുടെയെങ്കിലും പങ്കുണ്ടോ, ആരുടെയെങ്കിലും കൈയുണ്ടോ എന്നെങ്കിലും അറിയാനുള്ള അവകാശം ഒരു ഭാര്യയ്ക്കും മക്കൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കുമില്ലേ, സഹോദരങ്ങൾക്കുമില്ലേ? ഉണ്ട്. അവരതിനുള്ള ഏജൻസിയെ സമീപിക്കുന്നതിനോട് പോലും വിമുഖത കാണിക്കാൻ ഒരു സർക്കാർ ശ്രമിച്ചാൽ എന്താണ് പ്രഥമദൃഷ്ട്യാ മനസ്സിലാക്കേണ്ടത്? മലയാളത്തിൽ പ്രഥമദൃഷ്ട്യാ എന്ന പദം തന്നെ പ്രചാരത്തിൽ വരുന്നത് ബഹുമാനപ്പെട്ട ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ചില അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില മന്ത്രിമാരെക്കുറിച്ചുണ്ടായപ്പോൾ പ്രഥമദൃഷ്ട്യാ കേസുണ്ടോ എന്ന് പരിശോധിക്കട്ടെ എന്ന് നിർദ്ദേശിച്ച അദ്ദേഹത്തിൻ്റെ വാക്കാണ് ഇപ്പോൾ പ്രചാരത്തിലെത്തിയ പ്രഥമദൃഷ്ട്യാ എന്ന പ്രയോഗം. അതുപോലെ തന്നെ കുംഭകോണം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ആ വാക്ക് കൂടുതൽ പ്രചാരത്തിലെത്തിയതും കൊള്ളയുടെ ഒരു പര്യായമായി മാറിയതും ആന്ധ്ര അരി കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അരിക്ക് പോയവൻ മക്രോണിയുമായിട്ട് വരികയും അരിയുടെ കാശ് അടിച്ചു മാറ്റുകയും ചെയ്ത സംഭവത്തെ ആസ്പദമായി ഉയർന്ന കേരളത്തിലെ ശ്രദ്ധേയമായ സംഭവ പരമ്പരകളും കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ട്. ആ കാലത്ത് പ്രചാരം നേടിയ ഒരു പദപ്രയോഗമാണ് കുംഭകോണം. കുംഭകോണം അങ്ങനെയാണ് കൊള്ളയുടെയും മോഷണത്തിൻ്റെയും പിടിച്ചുപറിയുടെയും ഒക്കെ പര്യായ പദമായി മാറിയത്. അങ്ങനെ ഏതെങ്കിലും കുംഭകോണങ്ങൾ ഉണ്ടോ, ഏതെങ്കിലും മറ്റ് കഥകളുണ്ടോ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ എന്നറിയാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രമിച്ചാൽ അത് കുറ്റമല്ല. മാത്രമല്ല ദീർഘകാലമായി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായി വളരെ മാന്യതയോടെ കുടുംബജീവിതം നടത്തുന്ന വളരെ കുലീനമായ ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഏത് സ്ത്രീയും കുലീനയാണ്.
കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു സഹോദരി തൻ്റെ ഭർത്താവ് ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതറിഞ്ഞാൽ ഓൾറൈറ്റ്, എൻ്റെ ഭർത്താവ് എന്തായാലും തക്ക സമയത്ത് മരിച്ചു കിട്ടി എന്ന് പറഞ്ഞു കൈകൊട്ടിക്കളി നടത്താൻ കഴിയുമോ? അപ്പം കണ്ടവനെ ആരാധിക്കുന്ന അത്തരം മെത്തേഡ് ജീവിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ആ മഞ്ജുഷയുടെ കഥനഭാരം, മനസ്സിൻ്റെ ദുഃഖം പെട്ടെന്ന് എരിഞ്ഞടങ്ങുകയില്ല. ഈ മണ്ണിൽ നിന്ന് അവർ മുന്നോട്ട് പോകും. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ലക്ഷ്യം നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ ആയപ്പോഴും പി ദിവ്യയ്ക്ക് ഒരു കുലുക്കവുമില്ല. എന്താണ് കാരണം? അധികാരത്തിൻ്റെ ദന്തഗോപുരത്തിൽ നിന്ന് നേരെ വരുന്ന രശ്മികൾ അവരുടെ ശിരസ്സിലാണ് പതിക്കുന്നത്. ആ പ്രകാശരേണുക്കൾ അവരെ എന്നെന്നും ദിവ്യയാക്കിക്കൊണ്ട് തന്നെ നിലനിർത്തുന്നു, തുടരുന്നു, കടന്നു പോകുന്നു. ഇതൊക്കെ പരിധി വിട്ട ക്രൂരതയുടെ അടയാളങ്ങളും നിദർശനങ്ങളുമാണ്. എവിടെ നിന്നെങ്കിലും നീതിയുടെ സൂര്യൻ മഞ്ജുഷയ്ക്ക് വേണ്ടി ഉദിക്കട്ടെ. മറ്റാരെയെങ്കിലും തടവിലാക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്, അഥവാ വ്യക്തിപരമായോ അല്ലാതെ ഞങ്ങൾ പറയുന്നത്. മറിച്ച് കുറ്റം ചെയ്തവർ നിയമത്തിൻ്റെ മുമ്പിലെത്തണം. അവർക്ക് നിയമാധിപന്മാർ നൽകുന്ന ശിക്ഷ അവരനുഭവിക്കാൻ ഇടയാക്കണം. ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ റെസ്പോൺസിബിലിറ്റി. ഡ്യൂട്ടിയേക്കാൾ ഏറെ വലുതാണ് റെസ്പോൺസിബിലിറ്റി. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് എ കോർട്ട്. കോടതി ഒരു കാഴ്ചവസ്തുവാകുന്ന സ്ഥാപനമല്ല. കോടതി ചൈതന്യവത്തായി പ്രവർത്തിക്കുന്ന ഒരു മഹാസംസ്കാരത്തിൻ്റെ സംവിധാനമാണ് കോടതി. ആ കോടതി ഇന്നല്ലെങ്കിൽ നാളെ നീതി ശബ്ദിക്കും, നിയമം തന്നെ ശബ്ദിക്കും, വ്യവസ്ഥകൾ തന്നെ ശബ്ദിക്കും. ആ വ്യവസ്ഥയും നീതിയും ന്യായവും ലഭിക്കാനുള്ള ശ്രീമതി മഞ്ജുഷ മാഡത്തിൻ്റെ പരിശ്രമം അവരെ സംബന്ധിക്കുന്ന, സമൂഹത്തെ സംബന്ധിക്കുന്ന വിജയത്തിലെത്തട്ടെ എന്ന് ആശിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സംഭവബഹുലമായ ഒരു ബഡ്ജറ്റ് കൂടി കേരള നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ രണ്ടാം ഊഴത്തിലെ ബഡ്ജറ്റാണ് ഇത്. ബഡ്ജറ്റ് അവതരിപ്പിച്ച ഗവൺമെൻറ്റിനെ പറ്റി ജനങ്ങൾക്കറിയാം. ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അദ്ദേഹം ന്യായമായ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കേരളം മാനിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഏതെങ്കിലും നിലയിൽ ചാരി നിർത്തി അനാദരിക്കുവാനും അപമാനിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുന്നില്ല. പക്ഷേ ഈ ബഡ്ജറ്റ് ഈസ് എ കളക്റ്റീവ് എഫർട്ട് ഓഫ് ദി ക്യാബിനറ്റാണ്, ഹെഡഡ് ബൈ ദി ഫൈനാൻസ് മിനിസ്റ്റർ. ആ ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പരിചിന്തനം ചെയ്ത് പരിശോധിച്ച് വിലയിരുത്തി അപഗ്രഥിച്ച് ബഹുദൂരം ഈ നാടിൻ്റെ ശബ്ദവും സ്വപ്നവും സ്വരവും രാഗവും താളവും ലയവും വിന്യാസവും ഒക്കെ ചേർത്ത് അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റാണ്. ആ കാര്യത്തിൽ തൻ്റെ ആത്മാർത്ഥതയെല്ലാം അക്ഷരങ്ങളിലൂടെ പദാവലികളിലൂടെ പകർത്താൻ മന്ത്രി ശ്രമിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കേരളത്തിൻ്റെ ദാഹം തീർക്കാൻ, കേരളത്തിൻ്റെ വിശപ്പടക്കാൻ, കേരളത്തിൻ്റെ രോഗാതുരത അടക്കാൻ, കേരളത്തിൻ്റെ ദൈന്യത അവസാനിപ്പിക്കാൻ, കേരളത്തിൻ്റെ ഇല്ലായ്മയ്ക്ക് പരിഹാരം പ്രഖ്യാപിക്കാൻ, കേരളത്തിൻ്റെ പൊന്തി വിടരുന്ന പുക പോലെ ഉയർന്നു പോകുന്ന തൊഴിലില്ലായ്മയ്ക്ക് ഒരു ശമനമുണ്ടാക്കാൻ, കേരളത്തിൻ്റെ മാനുഷിക പ്രശ്നങ്ങൾക്ക് ധാർമ്മിക സാംസ്കാരിക തലങ്ങളിലോ ജീവിത നിലവാരത്തിലോ വ്യത്യാസങ്ങൾ വരുത്തി അവർക്ക് ഒരു സ്വൈര അന്തരീക്ഷം ഉണ്ടാക്കാൻ ആ ബഡ്ജറ്റ് ഉപകരിച്ചോ എന്ന് നിയമസഭ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, അവർ പ്രഖ്യാപിക്കാനിരിക്കുന്നു. പക്ഷേ ജനങ്ങൾ കൂടി ഇത് പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇതൊരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിലെ ഡെമോക്രാറ്റിക് ബഡ്ജറ്റായി മാറുകയുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് ചെറിയ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ അന്തർദേശീയ ആഗോളതലത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കിടക്കാൻ ശ്രമിക്കുന്നില്ല. കൊച്ചു കാര്യമെടുക്കാം. തിരുവിതാംകൂർ വികസിച്ച് തിരുകൊച്ചിയായതും തിരുകൊച്ചി വികസിച്ച് കേരളമായതും കുറേ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടതുമെല്ലാം നമ്മുടെ കൺമുൻപിൽ നടന്ന അതിവിദൂരസ്ഥമല്ലാത്ത ഒരു കാര്യമാണ്. ധാരാളം വിഭവശേഷിയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ഇന്ത്യയിലെ അതിമനോഹര സംസ്ഥാനങ്ങളിലൊന്നായ കേരളം. അഥവാ ലോകത്തിലെ
അതിമനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നായ കേരളം. കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ഇത് ഘട്ടം ഘട്ടമായി പരിഹരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഒരു വിജയം അവകാശപ്പെടുന്ന ഗവൺമെൻറ്റായി മാറാൻ സാധിക്കൂ. കൃഷിയന്ത്ര കലപ്പ വെച്ച് പൂട്ടുന്നതും ആളുകൾ കൂടുന്നതും മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നതും കൂട്ടം കൂടി ഗോഗ്വ വിളിക്കുന്നതുമൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ അവിടെ വിളഞ്ഞ നെല്ലെവിടെ? ആ നെല്ലെവിടെ വിൽക്കുന്നു? ഇതൊന്നും വേണ്ട. കുട്ടനാട്ടിലെയും പാലക്കാട്ടെയും കർഷകൻ എരിപൊരി കൊള്ളുന്ന വെയിലത്തുൾപ്പെടെ പണിയെടുത്തുണ്ടാക്കിയ നെല്ല് ഇന്നതിൻ്റെ അവസ്ഥ എന്താണ്? ഈ നെല്ല് കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കാനോ ഈ നെല്ല് ഉൽപ്പാദിപ്പിച്ച കർഷകൻ അതിൻ്റെ വില കൃത്യമായി കൊടുക്കാനോ നമ്മുടെ സ്ഥിരം സിസ്റ്റമായ ഗവൺമെൻറ്റിന് ഇന്ന് വരെ ഒരു സെറ്റപ്പ് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടോ? ഇതിന് പ്രസംഗമല്ല പരിഹാരം, പ്രവൃത്തിയാണ് പരിഹാരം. വിദഗ്ധന്മാരും പാകതയുള്ളവരുമായ വ്യക്തികളും ഉദ്യോഗസ്ഥന്മാരുമുള്ള പ്രബുദ്ധമായ ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ അത് ചെയ്യാതെ പാഠ്യേതര കാര്യങ്ങളാണ് അവൻ്റെ താല്പര്യം. ആഫീസിലെത്തിയാൽ 10 മണിക്ക് തന്നെ കഷ്ടിച്ചെത്തിയെന്നിരിക്കട്ടെ, 10:15 അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ വരുന്നത് വൈകിട്ട് 4:30 ശേഷമാണ്. രണ്ടാമത്തെ ടേൺ ഒപ്പിട്ടിട്ട് അദ്ദേഹം സലാം പറഞ്ഞ് പിരിയുകയാണ്. അവരുടെ വർക്ക് അസസ് ചെയ്യാൻ, അവരുടെ ഡ്യൂട്ടി അസസ് ചെയ്യാൻ, അത് എക്സാമിൻ ചെയ്യാൻ, അത് പരിശോധിക്കാൻ, അവർ ചെയ്തതെന്ത്, ചെയ്തിട്ടില്ലാത്തതെന്ത്, ചെയ്യേണ്ടതെന്ത്, എന്തുകൊണ്ട് ചെയ്തില്ല, ഈ ചോദ്യങ്ങൾ എവിടെ നിന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ പലതും തോന്നിയാസ കേന്ദ്രങ്ങളാണ്. സാധാരണക്കാരൻ്റെ സകല കാര്യങ്ങൾക്കും അവൻ ചെന്ന് മുട്ടുന്ന വില്ലേജ് ഓഫീസിൻ്റെ കഥ അറിയാമോ? അത് ഒരു വലിയ സിനിമയ്ക്കോ അല്ലെങ്കിൽ സ്ഥിരമായ നാടകത്തിനോ അല്ലെങ്കിൽ വലിയൊരു നോവലിനോ അനവധി നോവലുകൾക്ക് കടമൊരുക്കത്തക്ക ഒന്നാണത്. ആരുടെ ഭൂമിയും ഒരു ചെറിയ തുക മുടക്കിയാൽ അത് തൊട്ടടുത്തവൻ്റെ പേരിൽ പതിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ് വില്ലേജ് ഓഫീസ് സംവിധാനം. ഞാൻ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസറെ കുറ്റം പറയുകയല്ല. എനിക്ക് 10 സെൻറ്റാണ് ഉള്ളതെങ്കിൽ അത് 15 സെൻറ്റ് ആക്കണമെങ്കിൽ ഞാൻ റവന്യൂ ഉദ്യോഗസ്ഥനെ കണ്ടാൽ, അതിൻ്റെ പാകതയ്ക്ക് കണ്ടാൽ, വിനയത്തോടെ കണ്ടാൽ, മര്യാദയ്ക്ക് കണ്ടാൽ, അതിന് വേണ്ടുന്ന നിലയിൽ കണ്ടാൽ, എന്തെന്ന് ഞാൻ പറയണ്ട, അത് കണ്ടാൽ ഒരു മാസത്തിനകം ഈ 10 സെൻറ്റ് ഉള്ളവൻ്റേത് പെരുവി 15 സെൻറ്റാകും. അപ്പുറത്ത് 90 സെൻറ്റ് ഉള്ളവൻ്റേത് 85 സെൻറ്റാകും. അതിന് ഉത്തരം ചോദിച്ചാൽ റീസർവേ എന്നൊരു ഇംഗ്ലീഷ് പറയും. ഇതെല്ലാം ചെയ്യുന്നത് ഇവർ തന്നെ. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊന്നതും നീയേ ചാപ്പ. ഈ ചാപ്പന്മാരുടെ കയ്യിലാണ് അധികാരം ഇപ്പോഴും ചോദിക്കുന്നത്. റവന്യൂ മന്ത്രി കാവ്യാത്മകമായി പ്രസംഗിക്കുന്ന മാന്യനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി നമ്മൾ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യാൻ ഇപ്പോഴും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ നടക്കുന്നത് എന്താണെന്ന് ഒന്ന് ശാന്തമായി ശ്രദ്ധിക്കണം. ഭൂമിയുടെ കാര്യത്തിൽ നടക്കുന്ന കൃത്രിമങ്ങളുടെ അനന്തതയുടെ നാടാണ് കേരളം. ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നമ്മൾ കേട്ടല്ലോ രവീന്ദ്രൻ പട്ടയം അടിച്ച് താറുമാറാ കൊടുത്തു പലർക്കും. എനിക്ക് അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായി ഒരു വിദ്വേഷവും പറയാനില്ല. രവീന്ദ്രൻ എൻ്റെ, ഗോവിന്ദൻ എൻ്റെ, പാച്ചൻ എൻ്റെ, അച്യുതൻ എൻ്റെ, അബ്ദുൽഖാദർ എൻ്റെ, അബ്ബാസ് എൻ്റെ, ആരായാലും ശരി, അതാണ് കേരളത്തിൻ്റെ റവന്യൂ സെറ്റപ്പ് ഇപ്പോൾ. ഇവരെന്നും മിച്ചഭൂമി കൊടുക്കുകയാണ്, വീടും സ്ഥലവും ഇല്ലാത്തവരെ. ഭൂമി അങ്ങ് സ്വർഗത്തിലാണ് കിടക്കുന്നത്, ഈ തറയിൽ ഭൂമിയില്ല. ഭൂതലത്തിൽ ഇനി കേരളത്തിൽ വസ്തുക്കളില്ല കൊടുക്കാൻ, ഉണ്ടെന്നാണ് പറയുന്നത്. ഉള്ളതൊക്കെ പലരുടെയും കൈകളിലാണ്. എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ റോഡിൽ ചാടുന്നതെന്നറിയാമോ? ആ പ്രദേശങ്ങൾ പലതും ഇപ്പോൾ കോടീശ്വരന്മാരുടെ പട്ടയത്തിലാണ്. പല വനങ്ങളും അവരുടെ പട്ടയത്തിലാണ്. അവർ സർവേക്കാരുമായിട്ട് രാത്രി ചെല്ലും, അളക്കും, വഴിയിൽ വിഷം വയ്ക്കും, ഈ ജന്തുക്കളെ കൊല്ലും, അവിടെ ഉള്ള മുയലിനെയും മാനിനെയും എല്ലാം തട്ടും. അപ്പോൾ മുയലും മാനും അതും ഇതുമൊക്കെ പലപ്പോഴും കടുവയുടെയൊക്കെ ഒരു ചെറിയ ഫ്രൂട്ടായിരുന്നു. അതൊക്കെ ആളുകൾ അടിച്ചു മാറ്റിയപ്പോൾ അവൻ റോഡിലേക്ക് ഇറങ്ങിയതാണ് സത്യം. ആന റോഡിലേക്ക് ഇറങ്ങിയത് വനങ്ങളിൽ വിളയുമായിരുന്ന കായ്കനികളൊന്നും ഇപ്പോൾ അവിടെ കിട്ടുന്നില്ല. ആനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു തുള്ളി വെള്ളം സ്രോതസ്സും വനത്തിനകത്ത് ഇപ്പോഴില്ല. അതെല്ലാം ആളുകൾ പമ്പ് വച്ച് അടിച്ച് ടാങ്കറിൽ കയറ്റി എന്നേ വിറ്റ് കഴിയുന്നു സമയത്ത്. ഇങ്ങനെ വനം കേന്ദ്രീകരിച്ച് നടക്കുന്ന കൊള്ളകൾ, അഴിമതികൾ, ചന്ദനത്തടിയും അകിലും ഈട്ടിയും തേക്കുമൊക്കെ മോഷ്ടിക്കുന്നതായിരുന്നു ഒരു കാലത്ത് ജോലി. ഇപ്പോൾ വ്യത്യസ്ത തലങ്ങളിലാണ് കാര്യങ്ങൾ. വനങ്ങളുടെ പല പ്രദേശങ്ങളും ഇപ്പോൾ വ്യാജ വാറ്റ് കേന്ദ്രങ്ങളാണ്.
എങ്ങനെ മൃഗങ്ങൾ അവിടെ തങ്ങും? ആളുകൾ രാത്രി ചെല്ലേണ്ടവരവിടെ ചെല്ലുന്നു, വാറ്റേണ്ടത് വാറ്റുന്നു, കൊണ്ടുവരുന്നു. കഞ്ചാവ് കൃഷി പൊലിപ്പോടെ നടക്കുന്നു, അത് നാട്ടിലിറക്കി വിൽക്കുന്നു. ഇവിടെ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പത്രസമ്മേളനമല്ല, നോ മാനേജ്മെൻറ്റ്. നാഥനില്ല കളരി എന്ന് പറയാറില്ലേ? ഉദ്യോഗസ്ഥന്മാർ എവിടെ നിൽക്കുന്നു? മുഖ്യമന്ത്രി കാര്യങ്ങൾ പറയുന്നു, വകുപ്പ് മന്ത്രിമാർ ഘോരഘോരം പ്രസംഗിക്കുന്നു. പക്ഷേ ഇത് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ മറ്റ് പലരുടെയും കൈകളിലും കസ്റ്റഡിയിലുമാണ്. നമ്മളൊക്കെ പോലീസിനെ ധാരാളം തെറി പറയാറുള്ളവരാണ്, അനാവശ്യമായി ആക്ഷേപിക്കാറുള്ളവരാണ്. ഇപ്പോൾ എന്താണ് ഫലം? പോലീസുകാരനും ഒരു അന്തസ്സും വ്യക്തിത്വവും ഒക്കെ ഉള്ള ആളുകളല്ലേ? അവരും വിദ്യാഭ്യാസവും ആൾ സൈസും ഒക്കെ ഉള്ളവരല്ലേ? അവരെ നേരം വെളുത്താൽ ഇരുട്ടുന്നവരെ മയക്ക് വെച്ച് കെട്ടി പോലീസിനെ ഞാൻ മറ്റത് കാണിച്ചു തരാം, അവനെ വകവരുത്തരാമെന്നൊക്കെ പ്രസംഗിക്കും. അവരെപ്പറ്റി അനാവശ്യം പറയുന്നതാണ് നമ്മുടെ ഏത് രാഷ്ട്രീയക്കാരൻ്റെയും കുറേ നേരത്തെ ജോലി. ഇപ്പോൾ പോലീസുകാരൻ വിചാരിച്ചു എന്നാൽ എവനൊക്കെ ഒന്ന് മൈത്തട്ടെ എന്ന് വിചാരിച്ചു. പോലീസുകാരൻ നിഷ്ക്രിയരായി. അവർ വെറും പിയൂണിൻ്റെ നിലയിലേക്ക് മാറി. പണ്ടത്തെ തലമുറയുടെ 17-ാം നൂറ്റാണ്ടിൻ്റെ പിയൂണിൻ്റെ നിലയിലേക്ക് അവർ മാറി. നടക്കുന്നത് നടക്കട്ടെ, പെറ്റീഷൻ വരട്ടെ, പെറ്റീഷൻ വരുമ്പോൾ നോക്കാം എന്ന നിലയിലായി കാര്യങ്ങൾ. പരാതിക്കാർ നേരിട്ട് വരട്ടെ, നേരിട്ട് ഇവിടെ എത്തുന്നതിന് അനുമുമ്പ് അവനെ വഴിയെ കണ്ട് ചാർത്ത് കഷ്ണമാക്കി ഇടും. അതന്നെ ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ പോലീസുകാരുടെ മാന്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ. പോലീസ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ പാർട്ട് ഓഫ് എ പെർഫോമൻസ് ഓഫ് ദ ഗവൺമെൻറ്. അവർ നേരെ പ്രവർത്തിച്ചാൽ, അവർ സത്യസന്ധമായി വേണമെന്ന് വിചാരിച്ച് ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ക്രിമിനൽ ഒഫൻസസ് ഇവിടെ 80% കുറയും എന്നതാണ് സത്യം. ഇത് പോലീസിൻ്റെ എന്തെല്ലാം സാധനങ്ങളാണ് ഒരു 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 സമരസ്ഥലത്ത് അവർക്ക് നഷ്ടപ്പെടുന്നത്. ലാത്തി പോകുന്നവരുണ്ട്, ബെൽറ്റ് പോകുന്നവരുണ്ട്, പാൻറ്റ് നഷ്ടപ്പെടുന്നവരുണ്ട്, തൊപ്പി പോകുന്നവരുണ്ട്, ഷൂസ് നഷ്ടപ്പെടുന്നവരുണ്ട്. ഇതൊക്കെയാണ്. ആ നിലയിൽ പോലീസിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വളരെ അനാവശ്യമായി അപമാനിച്ച് അപലപിച്ചപ്പോൾ അവരുടെ കർമ്മശേഷി നഷ്ടമാവുകയും അവർ എന്തിനിതൊക്കെ ചെയ്യണം എന്നാലോചിക്കുകയും ചെയ്തു. സ്വാഭാവികമാണ്. അതിൻ്റെ ഫലമായി പോലീസ് ആർക്കും തിരുത്താൻ കഴിയാത്തവണ്ണം വൾഗറായിരിക്കുന്നു. ഇപ്പോൾ അവരിൽ ചിലരെങ്കിലും ചെയ്യുന്ന ജോലി, അത് അവരാണോ പോലീസ് കാക്കിയിട്ട ആളുകൾ ഫ്രണ്ട് ഇരിക്കുന്നതെന്ന് അറിയില്ല. സ്പിരിറ്റിന് പൈലറ്റ് പോവുക, എസ്കോർട്ട് പോവുക. സ്പിരിറ്റ് വണ്ടികൾ രാത്രി യഥേഷ്ടം സഞ്ചരിക്കുന്ന വലിയ റോഡുകളിലും തെരുവുകളിലും കാക്കി യൂണിഫോം ഇട്ട് തൊപ്പിയും വെച്ച് ആ വണ്ടിക്ക് പൈലറ്റും എസ്കോർട്ടും പോകുന്ന സ്ഥിതി വരെ കാര്യങ്ങളെത്തി. അസൽ പോലീസാണോ വേഷധാരികളാണോ എന്നെനിക്കറിയില്ല. പക്ഷേ സംസ്ഥാനത്ത് നടക്കുന്ന പല സംഭവങ്ങളും കേട്ടിട്ടുള്ളപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത് അതനുസരിച്ചാണ്. അപ്പോൾ പോലീസിനെ നമ്മൾ നിർവീര്യമാക്കി. അവർ തന്നെ വേണ്ടെന്ന് വയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഈ അവസ്ഥ അഭിലഷണീയമല്ല. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ് പുതിയ തൊഴിൽ കൊടുക്കാനോ വ്യവസായം നടത്താനോ നമുക്ക് 450 ലക്ഷം ടൺ അരിയാണ് ഒരു വർഷം വേണ്ടത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് 5 ലക്ഷം ടണ്ണിൽ താഴെയാണ്. ബാക്കി മുഴുവൻ വെളിയിൽ നിന്ന് വരുത്തുകയാണ്. 90 ലക്ഷം ടൺ അരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വയലേലകൾ നമുക്കുണ്ട്. നമ്മുടെ കരയോരങ്ങളും നെല്ലുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. വിളകൃഷികൾ നമുക്ക് നഷ്ടമായി, അപ്രത്യക്ഷമായി. നാട്ടുമ്പുറത്തെ സാധാരണ കൃഷികൾ പയറ്, ഉഴുന്ന്, മുതിര, എള്ള്, കൂരവ് എന്ന് വേണ്ട നിരവധി കൃഷികൾ ഇന്ന് അപ്രത്യക്ഷമായി. ഇപ്പോൾ ഉഴുന്നില്ലാതെ ദോശ ചൂടാൻ അമ്മമാർ പഠിച്ചുപോയി. ഉഴുന്നില്ലാതെ ഇഡ്ഡലി ഉണ്ടാക്കാൻ ആളുകൾ വശമാക്കി കഴിഞ്ഞു കാര്യം. ഇതാണ് സ്ഥിതി. എവിടെയും വന്നിരിക്കുന്ന അരാജകത്വം ഈ നാടിൻ്റെ ധമനികളെ സ്തംഭിപ്പിച്ചുകൊണ്ട് ജീവിതം തകർത്തുകൊണ്ട് അലസമായി അഹങ്കരിച്ച് മുന്നേറുകയാണ്. ഇത് തടയാൻ ഭരണകൂടത്തിന് സാധിക്കണം. ഭരണകൂടത്തിനെ സാധിക്കൂ. കർശനമായ നടപടികൾ ഉണ്ടാകണം. നമ്മുടെ വിളയിക്കാത്ത വയലുകൾ, നിങ്ങളാലോചിക്കൂ, വിദ്യാഭ്യാസ രംഗം പലരുടെയും കയ്യിലായില്ലേ? ഇന്നലെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നു, വിദേശ സർവകലാശാലകൾ ഇവിടെ ഉണ്ടായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന്. ഇതിനൊക്കെ എന്താണ് മറുപടി പറയാൻ കഴിയുന്നത്?
ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വന്ന ശ്രീനിവാസൻ്റെ ഉടുതുണി വലിച്ചടിക്കുകയും, ശ്രീനിവാസൻ അമേരിക്കയിൽ അംബാസഡറായിരുന്ന IFS കാരനാണ്, എഴുതി കിട്ടിയതാണ്, സംഭാവന കിട്ടിയ IFS അല്ല. അദ്ദേഹത്തെ നടു റോഡിൽ അപമാനിച്ച് അടിച്ചു വീഴ്ത്തി നമ്മുടെ വിപ്ലവകാരികൾ, വിദ്യാഭ്യാസ വിപ്ലവകാരികൾ. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദേശ സർവകലാശാല വന്നില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ ഒക്കില്ലെന്ന് പറയുന്നു. വിപ്ലവം പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി അവരെ താക്കീത് ചെയ്തതായി കേട്ടില്ല. ലജ്ജാകരമാണ്. താമസിയാതെ അവർക്ക് പറയേണ്ടി വരും, അമേരിക്കയോ ഇംഗ്ലണ്ടോ ഇങ്ങോട്ട് കയറാതെ നമുക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ലെന്ന്. ഇതാണ് 200 കൊല്ലം ബ്രിട്ടീഷുകാരെ ഇവിടെ നിർത്തി പൊറുപ്പിച്ച വികാരത്തിൻ്റെ പശ്ചാത്തലം. അവിടത്തേക്ക് കേരളത്തെ തള്ളി അയക്കാൻ നോക്കുകയാണോ? ഇന്ത്യയെ തള്ളി അയക്കാൻ നോക്കുകയാണോ? ആ ബഹുമാനപ്പെട്ട മന്ത്രിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താക്കീത് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അവർ ഒരു വിദ്യാഭ്യാസ വിചക്ഷണയാണെന്ന് രാജ്യം പറഞ്ഞിട്ടില്ല, കേരളം പറഞ്ഞിട്ടില്ല, ജനങ്ങൾ പറഞ്ഞിട്ടില്ല, പ്രബുദ്ധരാരും പറഞ്ഞിട്ടില്ല. അവർ ഈ വിഷയത്തിൽ ഗവേഷണം ചെയ്തതായി കേട്ടിട്ടില്ല, അറിയുന്നില്ല. ആ മഹതി ആയതുകൊണ്ട് അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് മര്യാദയല്ലാത്തതുകൊണ്ട് കടന്നു പോകുന്നില്ല. വിദേശ സർവകലാശാല ഇല്ലാതെ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അസിം പ്രേംജിയെ വയ്ക്കുന്നതാണ് നല്ലതെന്ന് വരെ പറയുന്നു ചിലർ. ഇതിനേക്കാൾ നല്ലത് ഇവിടുത്തെ വിദ്യാഭ്യാസവും ഭൂമിയും കൃഷിയും വ്യവസായങ്ങളും എല്ലാം ഏതെങ്കിലും വിദേശികളെ വിളിച്ചേൽപ്പിക്കുന്നതല്ലേ നല്ലത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിരന്തരമായ തൻ്റെ ബുദ്ധിയുടെയും കൗശലപരമായ പെരുമാറ്റത്തിൻ്റെയും പേരിലാണ് പലരും ഉടക്കിയിട്ടും കൊതറിയിട്ടും അവരെയൊക്കെ നിയന്ത്രിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ രാഷ്ട്രീയ ശക്തി ഉണ്ടാക്കി കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തെ പോലും നിഷ്ഫലമാക്കുന്ന പ്രഭാഷണമാണ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ ചെയ്തിരിക്കുന്നത്. വിദേശ വിദ്യാഭ്യാസം വരാതെ ഇവിടെ പിടിച്ചു നിൽക്കാനൊക്കുകയില്ലെന്ന് വള്ളത്തോൾ പറഞ്ഞു. പണ്ട് 60 വർഷം മുമ്പ് വമ്പിച്ച വിലമേടിച്ച് അടിമത്വം വിറ്റിയിടുന്ന കമ്പോള സ്ഥലമല്ലോ നമുക്ക് വിദ്യാസ്ഥാനം. നമ്മുടെ വിദ്യാഭ്യാസം അങ്ങനെയാണ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ ഒരു ജനത ഉണർന്നു വരേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടി ജനങ്ങൾ എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടി ജനങ്ങൾ ആവേശഭരിതരാകേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പ്രത്യാഘാതങ്ങളും പ്രതിധ്വനിയും ജനങ്ങൾ ഏറ്റെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമസ്കാരം. ജയ് ഹിന്ദ്.